ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കുഞ്ഞു മസാല. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലാണ് വന്നായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴനി മധുരൈ ട്രിപ്പ് പോകണം. അപ്പോൾ പഴനീൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമുക്കറിയാം, പണ്ട് എനിക്ക് കുട്ടിപ്പൊട്ട വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇതിട്ടത്, കുഞ്ഞു മസാലയുടെ എനിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലാണ്. രാവിലെയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് നോക്കട്ടെ, സമയം തരാൻ നോക്കട്ടെ. സമയം 7:45. സ്ഥലം ഞാൻ ഏതാണെന്ന് നോക്കട്ടെ. ദില്ലുഗുലിൽ എന്താ പറഞ്ഞത്? ദില്ലുഗുലിൽ എന്നൊരു എന്താണ്, നമ്മ അമൃത എക്സ്പ്രസ്സിലാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴനി പോയതിൻ്റെ വീട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ വേറെ നമ്മൾ മനസ്സിലാക്കി ഞാൻ മുട്ട അടിച്ചു തണുപ്പ്, നല്ല തണുപ്പാണ്. 7 മണിയാണ്. ട്രെയിൻ രാവിലെ 6 മണിക്കും കണ്ടുവരുന്നേ. പിന്നെ വേറെ കാര്യം, അവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുവാണെങ്കിൽ, ഫുഡ് നമ്മുടെ അവിടെ ചെയ്യാൻ നൂഡിൽസാണ് മെയിനായിട്ട് വന്നത്. മഷ്റൂം നൂഡിൽസൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. കാരണം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. ഇത്ര ഉള്ളൂ. നമ്മുടെ ആര്യാസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ കയറിയായിരുന്നു. ഞാനിപ്പോൾ അവിടുത്തെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ ഇഷ്ടപ്പെട്ട എനിക്ക് അവിടുത്തെ നൂഡിൽസ് പൊളിയായിരുന്നു. കുറച്ച് ചിപ്സ് കാണിച്ച്, കുടമ്പ് ചിപ്സാണ് ഫേമസ് എന്നാണ് തോന്നുന്നത്. നമ്മുടെ ട്രെയിനിൽ ഫുഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കർണാടകത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർണാടകത്തിൽ ട്രെയിനിൽ പോയപ്പോൾ തന്നെ രാത്രി കഴിക്കാൻ വേണ്ടി വെജ് ബിരിയാണി ഇവിടെ നിന്ന് വാങ്ങിച്ചു ട്രെയിനിൽ നിന്ന്. എനിക്ക് ആകെ ഒരു ബിരിയാണി മാത്രം ഇത്രയും കാലമായിട്ട് ഏറ്റവും നല്ല വെജ് ബിരിയാണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഇത്രയ്ക്ക് കൂടുതൽ നല്ലതായിരുന്നു. ഓക്കെ, അപ്പം സ്റ്റേഷനിലെത്തി മീനാക്ഷി ടെമ്പിളിലേക്ക് നമ്മൾ പോകുന്നത്. പഴനിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല, കൊണ്ടെടുത്തില്ല. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സാറ് ഞാൻ വേറെ പ്രിഫർ ചെയ്യുന്നുണ്ടെന്ന് ചായയൊക്കെ കുടിക്കുന്നത് കുഴപ്പമില്ല. ഇടയ്ക്ക് മത്സ്യമായിരിക്കും കുടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ മിക്കവാറും പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. സ്വിഗ്ഗിയിലൊക്കെ സ്റ്റേഷനിലേക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ലഭിക്കുന്ന ആരെയും വലിയ കൂടി പൊളി. എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവം. എങ്ങാണ്ട് 8:30 ആയെന്ന് തോന്നുന്നു. 8 മണിക്ക് സ്ഥലത്തെത്തി. 8:30 എന്ന് പറഞ്ഞാൽ 8 മണിക്ക് സ്ഥലത്തെത്തി. നിങ്ങൾ വിചാരിക്കുമ്പോൾ ദിണ്ടിഗൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇപ്പോൾ ദിണ്ടിഗൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അവിടെ കാണാം. ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കണം. എനിക്ക് വലിയ എടുക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോയിലും മധുരയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നിങ്ങളൊക്കെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യുന്നതിനെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എന്താ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഏത് ജംഗ്ഷനാണ്? മധുരൈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇറങ്ങിയിട്ടൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് അപ്പം അത്രയും ഉള്ളൂ. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് എത്തട്ടെ. സ്റ്റേഷനിൽ വല്ലൊരു ഫോൺ അടിച്ചു പറ്റുമെന്ന് നോക്കാം. ഒന്നും അടിച്ചു പറ്റില്ലായിരിക്കും. എന്നാൽ ശരി ഗൈസ്. അപ്പോൾ ബാക്കി വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടാണ് എടുക്കുന്നത്. നമ്മളിപ്പം മധുരൈ കഴിഞ്ഞു. മധുരൈ അമ്പലത്തിലൊക്കെ കയറി. അപ്പോൾ അതിൻ്റെ
വെസ്റ്റ് ടവർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് പോയത്, ബുക്ക് ചെയ്തിരുന്നത്. ഇന്ന് ഒരു 600 മീറ്റർ നടക്കാനുണ്ടാവും. 600 മീറ്റർ കടന്ന് നമ്മുടെ അമ്പലത്തും. ഇപ്പോൾ വെസ്റ്റ് ടവറിലാണ് 1600 കണ്ടാണ് വന്നത്. റൂം ബാത്റൂം ഫെസിലിറ്റീസും അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കിഷ്ടപ്പെടില്ല റൂം. രാത്രി ആദ്യം ഞങ്ങൾ ഒരു റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ആ റൂമിലത്തെ കുറച്ച് AC ഒന്നും വർക്കാൻ ഉണ്ടാവാത്തതുകൊണ്ട് വേറെ റൂമിൽ കൊണ്ടുപോയി. ആ റൂം കുറച്ചുകൂടെ നേരത്തേക്കാളും കുറച്ചുകൂടെ നീറ്റായിരുന്നു. പക്ഷെ എന്നാലും കുറേ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാനൊന്ന് പറഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്ന് അമ്പലം ഒന്ന് വെറുതെ ഒന്ന് വീട്ടിൽ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനൊരു കരിപ്പ് പിടിച്ച്. എന്നിട്ട് വൈകുന്നേരം അമ്പലം കാണാൻ പോയി. അമ്പലത്തിൽ നമ്മൾക്ക് മൊബൈലോ ചെറിയ ഹാൻഡ് ബാഗ് ഒക്കെ ഇല്ലേ, ഇത്രയും വലിപ്പമുള്ളതൊന്നുമല്ല, ചെറിയ ഇത്ര ഉള്ള ഒരു ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് പോലത്തെ അത്രയുള്ള സംഭവങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. മൊബൈൽ അവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്, ചെരുപ്പും കയറ്റത്തില്ല. ഞങ്ങൾ മൊബൈലെല്ലാം റൂമിൽ തന്നെ വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പേ ചെയ്യേണ്ടി വന്നില്ല. മൊബൈൽ ചെരുപ്പ് മാത്രം അവിടെ വെക്കേണ്ടി വന്നു, അത് വെച്ചില്ല. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞു മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അറിയാമായിരുന്നു. കരുതാൻ കയ്യിൽ ബാഗ് പൈസ എടുത്ത് വാങ്ങുന്നതായിട്ട് അവിടെ അമ്പലത്തിൽ ഇടാണല്ലോ. പിന്നെന്ന് പറയുമ്പോഴത്തേനും അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് 2 സ്വാമിയുണ്ട്. ഒന്ന് ഒരു സ്വാമി എന്ന് പറയണ പേരിൽ പിന്നെ 2 പേരെ കാണാൻ പറ്റും. നിങ്ങൾക്ക് 2 പേരെ കാണണമെങ്കിൽ 100 രൂപയാണ് വില. വെച്ചിട്ടുണ്ടെങ്കിൽ 2-ൽ ഒരാളെ കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 50 രൂപ അങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ കാണാൻ പറ്റും. മറ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 പേരെ കാണാൻ പറ്റും. പിന്നെ പ്രസാദം കിട്ടും, ഉഴുന്നോട, പിന്നെന്താ പുളിയോഗ്രാൻ കിട്ടും, പിന്നെ ഉണ്ണിയപ്പം കിട്ടും, പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ടാകുമല്ലോ, ലഡ്ഡു കിട്ടും. ഇതൊക്കെ കിട്ടി. ഉഴുന്നോട നന്നായിരുന്നു, പുളിയോഗ്രാൻ അത്ര എനിക്ക് വർക്കായില്ല. അത്ര തന്നെയാണ്. എന്നിട്ട് അമ്പലത്തിലൊക്കെ കയറുമ്പോൾ 1000 പില്ലേഴ്സൊക്കെ നിങ്ങൾ കാണുക. ഞാൻ വെസ്റ്റ് ടവറിൽ കൂടെ കയറിയത്. വെസ്റ്റ് ടവറിന് പറഞ്ഞാൽ വേറെ ഹോട്ടലുണ്ട്, അല്ലാണ്ട് വെസ്റ്റ് ടവർ എന്ന് പറഞ്ഞൊരു ടവറുണ്ട്. ആ ടവറിലാണ് ഞാൻ കയറിയത്. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ തിരിച്ചു തന്നെ വഴിക്കാണ് നമ്മൾ ഒരു വേഫിള് കഴിച്ചായിരുന്നു. അതൊന്ന് കഴിച്ചായിരുന്നു. പിന്നെ കാലത്തൊക്കെ എടുക്കുന്നു നമുക്ക് വേഫിള് കഴിച്ചായിരുന്നു. പിന്നെ വന്ന വഴിക്ക് കുറച്ച് മിഠായി ഷോപ്പ് കണ്ടു, നല്ല ഫോറിൻ മിഠായിസൊക്കെ വെക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി ഞാനൊരു ജെല്ലീൻ്റെ ഒരു പാക്കറ്റും പിന്നെ വേറൊരു ഫോറിൻ മിഠായി വാങ്ങിച്ചൊരു കോല് വലുത് മിഠായി. അപ്പോൾ തിന്നിട്ടിരിക്കുകയാണ്. വിശക്കുണ്ട്. ട്രെയിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. നമ്മളിപ്പോൾ ട്രെയിനിലാണ്, AC കോച്ചിലാണ്. ഓക്കെ, ട്രെയിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. എന്നിട്ട് മിഠായി കഴിച്ചിട്ട് വീണ്ടും റൂമിലെത്തി. ഇപ്പം എല്ലാം അറിയണം, AC ഇല്ല, കൂളറുണ്ടായിരുന്നു അത് വർക്കാവുന്നില്ല, എന്നൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ രാത്രി പുതപ്പുണ്ടായിരുന്നുകൊണ്ട് പൊതിച്ച് എടുത്തുകൊണ്ട് വെള്ളം വന്നില്ല. ഒരു 10 മണിക്കല്ല 11:30 ട്രെയിൻ. അപ്പോൾ 11 മണിക്ക് ഞങ്ങളിവിടെ എത്തി, മധുരൈ ജംഗ്ഷനിലെത്തി. മധുരൈ ജംഗ്ഷനിൽ നിന്ന് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറി. അവിടെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറിയിട്ട് അവിടെ കയറുവാണെങ്കിൽ പിന്നെ ഇവിടെ ഈ ഫുഡൊന്നും വീക്കിലൊക്കെ ഫുഡ് കുറവായിരിക്കും. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ആരെങ്കിലും വരും. ഉഴുന്നോടെ സംഭവങ്ങളൊക്കെ കിട്ടും. ഞാൻ വളന്തുരുത്തിയിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പം അതിൻ്റെ പാതി വഴിയായിട്ടുണ്ട്. പുതപ്പൊക്കെയാണ്, AC ആണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് തണുപ്പൊന്നും. പക്ഷെ എല്ലാവരും പുതപ്പൊക്കെ തുറച്ച് കിടക്കണം, എല്ലാവരും ഉറങ്ങണം കേട്ടോ. കുറച്ച് പേരൊക്കെ മാത്രമേ ഇരിക്കുന്നുള്ളൂ.
ഫുള്ള് മലകളാണ് കേട്ടോ ഇവിടെ. കോട്ടയം എത്തി, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കോട്ടയമാണോ കൊല്ലം? കോട്ടയമാണ്, കൊല്ലം എത്തി. കൊല്ലം ജംഗ്ഷൻ ആയിട്ടില്ല, കൊല്ലം ഡിസ്ട്രിക്റ്റ് എത്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് എറണാകുളത്തോ മുളന്തുരുത്തിയിലാണ്. അപ്പം മുളന്തുരുത്തിയിൽ രാത്രി 10:30 ആകുമ്പോൾ എത്തും. ഇപ്പം 5:30 ആയിട്ടുള്ളൂ. രാത്രി 10:30 ആകുമ്പോൾ എത്തും. മുട്ട അടിച്ചേക്കണ അപ്പം തന്നെ മുടിയൊക്കെ കിളുത്ത് വരാൻ തുടങ്ങി കേട്ടോ. ചെറുതായിട്ട് നോക്കി കാണാൻ പറ്റും മുടിയൊക്കെ. പിന്നെ എനിക്ക് പോയപ്പോഴത്തേനും അവിടുത്തെ കുറച്ച് സംഭവങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലഡ്ഡു എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എവിടുത്തെ ലഡ്ഡു വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറുമ്പോഴത്തേനും എന്തായാലും മറക്കല്ലേ, മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറുവാണെങ്കിൽ എന്തായാലും മറക്കല്ലേ. ഈ വീഡിയോ കണ്ടിട്ട് വേണം പോകാൻ കേട്ടോ. മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ സാധാ പോണ വഴിയല്ല, വേറെ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. 11 മണിക്കൂർ എന്തോ എടുക്കും മുളന്തുരുത്തിയിലൊക്കെ എത്താൻ. അപ്പോൾ 11 മണി തൊട്ട് 10 മണിയൊക്കെ ആവും എറണാകുളത്ത് എത്തണമെങ്കിൽ. ഗുരുവായൂരാണെങ്കിൽ സെക്കൻഡായി എടുക്കും, 1 ദിവസം കൂടി എടുക്കും. പനി പോയപ്പോൾ കുറച്ച് ചിപ്സ് വാങ്ങിച്ചായിരുന്നു. എൻ്റെ കൂടെ വാങ്ങിച്ചു. ഇവിടെ തണുക്കുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ്. ഒരു തണുപ്പുമില്ല. എല്ലാവർക്കും തണുക്കുന്ന പോലെ പുതപ്പൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് കിടക്കുന്നൊന്നുമില്ല. ചിപ്സ് ഉണ്ട് അവിടുത്തെ. പഴനിയിൽ മെയിനായിട്ടാണ് ചിപ്സ്. പഞ്ചാമൃതം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കയറുമ്പോഴത്തേനും വെള്ളം കൊണ്ടുപോയിക്കോ. ബാഗ് കൊണ്ടുപോകാം, വലിയ ബാഗൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ചെറിയ ബാഗ് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.